ബംഗാളിലെ ആദ്യഘട്ടം തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അടുത്ത ഘട്ടം 29-ന് 2 ഘട്ടം കൊണ്ട് ബംഗാളിലെ തെരഞ്ഞെടുപ്പ് കഴിയും. കഴിഞ്ഞതിന് വ്യത്യസ്തമായിട്ട് തമിഴ്നാട്, അസം, കേരളം ഇതിൽ BJPയെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട് പിടിക്കുക, സഖ്യത്തിലൂടെയാണെങ്കിലും തമിഴ്നാട് പിടിക്കുക, ബംഗാൾ പിടിക്കുക, ആസാം നിലനിർത്തുക, കേരളത്തിൽ ശക്തമായൊരു സാന്നിധ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് BJPയുടെ സ്ട്രാറ്റജി. മമതയാണെങ്കിൽ താൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള രീതിയിൽ 15 വർഷമായി. കഴിഞ്ഞ തവണയും BJP ബംഗാൾ പിടിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. അമിത്ഷാ പറഞ്ഞു 200, ഇത്തവണ ഞങ്ങൾ 200 കടക്കും എന്ന് പറഞ്ഞു. പക്ഷേ അവർക്കത് സാധിച്ചില്ല. എന്ന് വെച്ചാൽ അവരതിൻ്റെ അടുത്തെത്തിയില്ല എന്നല്ല. 77 സീറ്റ് കിട്ടി, വോട്ടിംഗ് ശതമാനം 40-നടുത്തെത്തി. അപ്പോൾ ഇത്തവണ BJPക്ക് ബംഗാൾ പിടിക്കാൻ കഴിയുമോ? മമതയുടെ ഒരു ബോഡി ലാംഗ്വേജ് നമുക്ക് മനസ്സിലാവുന്നത് മമത ഏതാണ്ട് പരിഭ്രാന്തിയിലാണ്. അവസാന ശ്രമം നമ്മൾ പറയാറില്ല, അവസാന ശ്രമം എന്നാണ് മമത ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ശരിക്കും ബംഗാളിലെ തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ? ഇതിലിപ്പോൾ ആദ്യഘട്ടം BJPയെ സംബന്ധിച്ച് അതീവ നിർണായകമാണ്. കാരണം ഫസ്റ്റ് ഫേസിൽ വരുന്നത് 152 മണ്ഡലങ്ങളാണ്. 294, 152. ഈ മണ്ഡലങ്ങളിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 90 മണ്ഡലങ്ങളെങ്കിലും BJP വിജയിക്കേണ്ടതുണ്ട്. കാരണം രണ്ടാം ഘട്ടം എന്ന് പറഞ്ഞാൽ മമതയുടെ ദുർഗ എന്ന് പറയുന്ന പ്രദേശങ്ങളാണ്, കൊൽക്കത്തയ്ക്ക് ചുറ്റുമുള്ള. അവിടെ BJP ഇംപ്രൂവ് ചെയ്യും. പക്ഷെ എന്നാലും BJPക്ക് സ്വാധീനമുള്ള നോർത്ത് ബംഗാൾ, ജംഗിൾ മഹലൊക്കെ ഈ ആദ്യഘട്ടത്തിലുണ്ട്. അപ്പൊ കഴിഞ്ഞ തവണ BJPക്ക് 59 സീറ്റുകളാണ് ഈ 152 മണ്ഡലങ്ങളിൽ ലഭിച്ചത്. മമതയ്ക്ക് 92. അപ്പം അതിൽ തന്നെ നോർത്ത് ബംഗാൾ ശരിക്കും BJPക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. അവിടുത്തെ 54 സീറ്റുകളിൽ 30 സീറ്റും നേടിയത് BJP ആണ്. ഡാർജിലിംഗ്, അലിപർദ്വാർ, കൂച്ച് ബിഹാർ, ജയ്പാൽഗുഡി, ആ റീജിയൻ. പിന്നെ ഉത്തർ ദിനാജ്പൂർ, സൗത്ത് ദിനാജ്പൂർ, പിന്നെ മുർഷിദാബാദ്, മാൾഡ, ഈ പ്രദേശങ്ങൾ മുസ്ലിം ഡൊമിനേറ്റഡ് ആയുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെയും BJP നല്ലൊരു ഫൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത്തവണ ഈ ഒരു പ്രദേശത്ത് മമതയ്ക്ക് 90 കിട്ടിയ സ്ഥലത്ത് ഇത്തവണ BJPക്ക് അതെ ഏറ്റവും ചുരുങ്ങിയത് 90 കിട്ടണം. 100 ക്രോസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് അത്രയും നല്ലതാണ്. കാരണം BJPയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മാജിക് നമ്പർ 148 ആണ്. 150 ക്രോസ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഫേസിലെ BJPയുടെ പെർഫോമൻസിനെ ആശ്രയിച്ചിരിക്കും. ഇപ്പൊ BJP ലക്ഷ്യമിടുന്നത് 90-95 ആണ്. അതിൽ തന്നെ നോർത്ത് ബംഗാളിൽ ഒരു സ്വീപ്പാണ് BJPയുടെ പ്ലാൻ. അതിനനുസരിച്ചാണ് അവർ ടാക്ടിക്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു മമതാ ബാനർജി ഇപ്പോഴും ഒരു വലിയ ശക്തിയാണ്. മമത തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ശക്തി. മറുഭാഗത്ത് BJPയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ അങ്ങനെ ഒരു എടുത്തു പറയത്തക്ക ഒരു നേതാവില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ സുവേന്ദു അധികാരി വലിയൊരു നേതാവായിട്ട് അല്ലെങ്കിൽ ഒരു മുഖമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ BJP ഒരു നോർത്ത് ഇന്ത്യൻ പാർട്ടി എന്ന രീതിയിൽ BJPയെ ആക്ഷേപിക്കാനാണ് മമത എപ്പോഴും ശ്രമിച്ചത്. എന്താണെന്ന് പറഞ്ഞാൽ ഒരു സെന്റർ വേഴ്സസ് ബംഗാൾ, അങ്ങനെ ഒരു ധ്രുവീകരണം ഉണ്ടാക്കാനാണ്. അതെ. അതിൽ എത്രത്തോളം മമത വിജയിച്ചിട്ടുണ്ട്? ഇത്തവണ ആന്റി ഇൻകംബൻസി എന്ന് പറയുന്ന സംഭവം വളരെ സ്ട്രോങ് ആണ്, വിസിബിളി സ്ട്രോങ് ആണ്. ഒന്നാമത് വനിതകൾക്കിടയിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. കാരണം വനിതകൾ ഒരു ഏറിയ പങ്കും മമതാ ബാനർജിയെ സപ്പോർട്ട് ചെയ്തവരാണ്. പക്ഷെ വിമൻ സേഫ്റ്റി എന്ന് പറയുന്ന വിഷയം അവിടെ വലിയൊരു ചർച്ചയാക്കാൻ BJP സാധിച്ചു. വിമൻ സേഫ്റ്റി, സെക്യൂരിറ്റി, അഡ്മിനിസ്ട്രേറ്റീവ് മൂന്നും അല്ലെ, അത് നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. അപ്പൊ മമതാ ബാനർജിക്ക് നല്ല ഇമേജ് ഉണ്ടെങ്കിലും ലോക്കൽ MLA-മാർ പല ആളുകളും ഗുണ്ടകളാണ്. അതുകൂടാതെ ലോക്കൽ നേതാക്കളുടെ ഗുണ്ടായിസ് അവർ അനുഭവിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഈ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ വേണ്ടത്ര രീതിയിലുള്ള കേസുകളൊന്നും പോലീസ് എടുക്കുന്നില്ല. ആർജിക്കർ വിഷയം വളരെ നിർണായക വിഷയമാണ്. അവരുടെ ആർജിക്കർ വിഷയത്തിലെ ആ ഇരയുടെ അമ്മ മത്സരിക്കുന്നുണ്ട് BJP സ്ഥാനാർത്ഥിയായിട്ട്. അല്ല, അത് മാത്രമല്ല, അമ്മ മത്സരിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നു അന്ന് ആ ഇഷ്യൂ ഗവൺമെന്റിനെതിരെ വലിയൊരു, അതൊരു പാർട്ടിയുടെ BJPയുടെ മാത്രം കഴിവല്ല, അത് വലിയൊരു വികാരമായിട്ട് മൂവ്മെന്റ് ആയിട്ട് മാറി. അത് മാത്രമല്ല, അത് ഈ കൊൽക്കത്തയ്ക്ക് ചുറ്റുള്ള ഒരു പ്രദേശം മമതയുടെ ശക്തി ദുർഗത്തിലാണ് അതിന്റെ ഒരു ഇമ്പാക്ട് ഉണ്ടായിരുന്നത്. അപ്പൊ അത് ഇത്തവണ BJPക്ക് ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യം. പ്രത്യേകിച്ചും ഒരു അപ്പർ മിഡിൽ ക്ലാസ് ആളുകളുടെ ഇടയിലൊക്കെ ഭദ്രലോക് എന്ന് പറയുന്ന ആ ഒരു വിഭാഗക്കാർക്കിടയിൽ വലിയ നീരസം മമതയ്ക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നല്ല ഹെവി ആന്റി ഇൻകംബൻസി ഇത്തവണ ഉണ്ടെന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷെ അങ്ങനെയാണെങ്കിലും കണക്കുകൾ ഒരു പ്രധാനപ്പെട്ടതാണ് ബംഗാളിനെ സംബന്ധിച്ച്. BJPക്ക് കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. ഒന്നാമത് 116 മണ്ഡലങ്ങൾ മുസ്ലിം ഡൊമിനേറ്റഡ് ആയുള്ള മണ്ഡലങ്ങളാണ്. 30-35% അല്ലെങ്കിൽ അതിലധികമോ ഉള്ള മണ്ഡലങ്ങളാണ്. ഈ 116 മണ്ഡലങ്ങളിൽ 106 മണ്ഡലങ്ങൾ കഴിഞ്ഞ തവണ ജയിച്ചത് മമതാ ബാനർജിയാണ്. ഇത്തവണ ഈ മണ്ഡലങ്ങളിൽ BJPക്ക് വലിയ പ്രതീക്ഷയില്ല. പക്ഷെ വേറൊരു കാര്യം എനിക്ക് തോന്നുന്നത് SAR മാത്രമല്ല, മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങൾക്ക് വേണ്ടി ചില അവകാശവാദങ്ങളും വേറെ വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് കഴിഞ്ഞ തവണ AIMIM വലിയ സ്വാധീനം ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ ഇത്തവണ അവരൊരു മുന്നണിയായിട്ട് 12 സീറ്റിലെ മത്സരിക്കുന്നുള്ളൂ.
ഏത് ഹുമയൂൺ ഹുമയൂൺ കബീർ അല്ല, AMIM. അതായത് ഒവൈസിയുടെ പാർട്ടി. മമതയുടെ പഴയ ശിഷ്യനായിരുന്നു ഹുമയൂൺ അതെ. കബീർ. അപ്പം അദ്ദേഹവും വലിയൊരു ഉന്നയിക്കാൻ പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ടി ഉണ്ടാക്കി മത്സരിക്കുന്നുണ്ട്. മുർഷിദാബാദ്, അതുകൂടാതെ ഉത്തർ ദിനാജ്പൂർ, സൗത്ത് ദിനാജ്പൂർ മുസ്ലിം ഡൊമിനേറ്റഡ് റീജിയൻസിലെ കുറച്ച് വോട്ട് അവർ പിടിക്കും. പക്ഷെ എന്നാലും ഇവിടെയൊക്കെ വലിയ ഭൂരിപക്ഷത്തിനാണ് തൃണമൂൽ കോൺഗ്രസ് അവരുടെ ഭൂരിപക്ഷം കുറയ്ക്കാൻ മാത്രമേ പറ്റൂ, സാധിക്കുള്ളൂ എന്നാണ് വസ്തുത. ആ ഒരു മൂവ്മെന്റ് പോയി. ഇടയ്ക്ക് ഉണ്ടായിരുന്നു. MIM-ഉം AMIM-ഉം ഈ പറയുന്ന ഹുമയൂൺ കബീറിന്റെ പാർട്ടി ഒരുമിച്ച് മത്സരിക്കും എന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അവർ വേർപിരിഞ്ഞു. പല വിഷയങ്ങൾ ഉണ്ടായിരുന്നു, സ്റ്റിംഗ് ഓപ്പറേഷൻ വന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വലിയ പ്രതീക്ഷ BJP പോലും വെക്കുന്നില്ല മുസ്ലിം വോട്ട് സ്പ്ലിറ്റ്. BJP മെയിൻ ആയിട്ട് ലക്ഷ്യമിടുന്നത് ഹിന്ദു പോളറൈസേഷൻ, ഹിന്ദു വോട്ട് പരമാവധി സമാഹരിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 56% ഹിന്ദുക്കൾ BJP പിന്തുണച്ചിട്ടുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 52%. അപ്പൊ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ബംഗാളിലെ ഹിന്ദുക്കൾ BJPയോട് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണ ഒരു 7% മുതൽ ഒരു 8% മാക്സിമം അത്ര ഹിന്ദുക്കൾ വീണ്ടും അഡീഷണൽ ആയിട്ട് BJP പിന്തുണയ്ക്കുകയാണ്. ഓൾറെഡി 56% പിന്തുണയ്ക്കുന്നുണ്ട്. ഒരു 6-7% അഡീഷണൽ പിന്തുണ നേടാൻ BJP 62% ഹിന്ദുക്കൾ BJPയെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ BJP ജയിക്കും. കാരണം 5% എന്നുള്ള ആ ഒരു ഡിഫറൻസ് ഇപ്പൊ 5% ആണെന്നാണ് പൊതുവെ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 7% ഈ രണ്ട് പാർട്ടികളും തമ്മിലുള്ള ഡിഫറൻസ്, തൃണമൂൽ കോൺഗ്രസും BJPയും തമ്മിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് 10% പക്ഷേ ഈ SIR-ന്റെ ഡിലീഷൻ, മറ്റ് ഇമ്പാക്ട് ഇതെല്ലാം കൂടെ കണക്കിലാക്കുമ്പോൾ സൈക്കോളജിസ്റ്റുകളൊക്കെ പറയുന്നത് ഒരു 5% മറിയുകയാണെങ്കിൽ BJPക്ക് ഒരു 5% എഡീഷണൽ പിടിക്കാൻ സാധിക്കുക. 40-ന്റെ കൂടെ ഒരു 44-45% വോട്ട് പിടിക്കാൻ സാധിക്കുകയാണെങ്കിൽ BJPക്ക് 150 ക്രോസ് ചെയ്യാൻ പറ്റും എന്നാണ് പൊതുവെയുള്ള ഒരു അനുമാനം. അപ്പൊ അതിന് വേണ്ടത് ഹിന്ദു വോട്ട് കൂടുതലായിട്ട് BJPക്ക് ലഭിക്കണം. അത് എവിടെ നിന്നുള്ളതാണ്. ഇപ്പൊ നോർത്ത് ബംഗാൾ BJP ഓൾറെഡി പിന്തുണയ്ക്കുന്ന OBC, SC, ST വിഭാഗക്കാരുള്ള സ്ഥലങ്ങളാണ്. ഇപ്പം ഈ രാജവംശി എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട് ഉണ്ട്. പിന്നെ ടീ ഗാർഡൻ മേഖലയിലെ കമ്മ്യൂണിറ്റീസിന്റെ സപ്പോർട്ട് ഉണ്ട്. പിന്നെ ഗൂർഖ ഹില്ലിൽ ആ ഒരു ഗൂർഖ ജനമുക്തി മോർച്ച അവരൊക്കെ ഇപ്പോഴും BJPക്ക് ഒപ്പം ഉണ്ട്. അപ്പൊ അത് ഓക്കെയാണ്, എവിഡന്റ് ആണ്, അവിടെ നല്ലൊരു മുന്നേറ്റം ഉണ്ടാവും. പക്ഷെ BJP ഇനി മുന്നേറേണ്ടത് രണ്ടാം ഘട്ടം നടക്കുന്ന പ്രദേശങ്ങളിലെ ഈ പറഞ്ഞ കൊൽക്കത്ത, ഹുഗ്ലി, ഹൗറ, നോർത്ത് 24 പർഗനാസ്, സൗത്ത് 24 പർഗനാസ് ആ മേഖലയിൽ BJP ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കണം. അപ്പൊ അവിടെയുള്ള ഹിന്ദുക്കൾ, അപ്പർ കാസ്റ്റ് ഹിന്ദുക്കൾ ഒരു വിഭാഗം BJPയെ പിന്തുണയ്ക്കുകയാണെങ്കിൽ ഈ ഒരു അച്ചീവ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു ടാർഗറ്റ് BJPക്ക് അച്ചീവ് ചെയ്യാം. അല്ല, അതൊരു വൈരുദ്ധ്യം അല്ലെങ്കിൽ പറയാവുന്നത് പലപ്പോഴും ആരോപിക്കപ്പെടുന്നത് BJP ഒരു അർബൻ അപ്പർ ക്ലാസ് ആണ് BJPയുടെ ഒരു ശക്തി. അതേയല്ല, മറ്റുള്ളവരൊക്കെ പിന്നെ അല്ലെ OBC പിന്നെ കൂടെ ആകർഷിച്ചാണ്. പക്ഷെ ബംഗാളിൽ ഈ പറയുന്ന ആളുകൾ BJPക്ക് ഒപ്പമല്ല, മമതയുടെ കൂടെയാണ്. അതായത് BJP പെട്ടെന്ന് വളർന്നതിന്റെ ഏറ്റവും വലിയ റിസൾട്ട് എന്ന് പറയുന്നത് ഈ SC, ST, OBC പിന്തുണയാണ്. ഇപ്പൊ ജംഗിൾ മഹൽ നോക്കുകയാണെങ്കിൽ ബേസിക്കലി പുരുളിയ, ബാങ്കുറ അതൊക്കെ ട്രൈബൽ ഏരിയാസ് ആണ്. നോർത്ത് ബംഗാളിലാണെങ്കിൽ SC കമ്മ്യൂണിറ്റി, രാജവംശി, പിന്നെ മത്വ കമ്മ്യൂണിറ്റി, നാദിയ, ഇങ്ങോട്ടൊക്കെ. അതിനകത്ത് ഈ രാജവംശി, മത്വ കമ്മ്യൂണിറ്റിക്കാർക്ക് ഈ SIR-ൽ വലിയ പ്രോബ്ലം ഉണ്ടാവും. അവർക്ക് അവരുടെ വോട്ട് മമതയ്ക്ക് പോകും എന്നുള്ളൊരു പ്രചരണം മത്വ കമ്മ്യൂണിറ്റിന്റെ ഇടയിൽ ഇതൊരു ഇഷ്യൂ ആക്കി കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. മത്വ കമ്മ്യൂണിറ്റിയിലെ പല ആളുകൾക്കും, അവർ ബംഗ്ലാദേശിൽ നിന്ന് വന്ന SC വിഭാഗക്കാരാണ്. അപ്പൊ അവർക്ക് പല ആളുകൾക്കും ഈ SIR-ൽ അവർക്കും വോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളൊരു പ്രചരണം കൊണ്ടുവന്നത് കുറച്ചൊക്കെ അത് ശരിയാണ്. പക്ഷെ BJP പറയുന്നത് CAA പൗരത്വ ഭേദഗതി നിയമപ്രകാരം തന്നെ അവർക്ക് ആ പ്രോമിസ് അവിടെ ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഈ പല ട്രാക്കേഴ്സ്, പിന്നെ അതുകൂടാതെ ഈ റിപ്പോർട്ടേഴ്സ് ഒക്കെ അവിടെ പോയി ഇത് കവർ ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത് മൊത്തം കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട് ഇപ്പോഴും BJPക്ക് തന്നെയാണ് നിൽക്കുന്നത്. കാരണം ട്രോൾ ആയിട്ടുള്ള ഒരുപാട് ലീഡേഴ്സ് ആ കമ്മ്യൂണിറ്റി BJPക്ക് നിലവിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു വലിയ വിഷയമായിരിക്കില്ല എന്നാണ് പറയുന്നത്. അത് എല്ലാ തെരഞ്ഞെടുപ്പിലും ഇപ്പൊ പറയുന്നുണ്ട്. നമ്മൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഈ നോർത്ത് ബംഗാളിൽ അവർക്ക് നഷ്ടപ്പെട്ട ക്ലൗഡ് തിരിച്ചു പിടിക്കാൻ. പക്ഷെ അത് എഫക്റ്റീവ് അല്ല. കാരണം ഭരണവിരുദ്ധ വികാരം അത്രയും ശക്തമാണ്. മമത ഒന്നും ചെയ്തിട്ടില്ല, നോർത്ത് ബംഗാളിനെ പൂർണ്ണമായി അവഗണിച്ചു എന്നുള്ളൊരു ഫീൽ അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ BJP ആണെങ്കിൽ ഒരു 7-8 വർഷമായിട്ടുള്ള ശരിക്കും അവിടെ ഒരു ക്ലച്ച് പിടിച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് BJPക്ക് എതിരെയുള്ള വികാരം വരാൻ സാധ്യതയില്ല. BJP അധികാരത്തിൽ വരികയാണെങ്കിൽ നോർത്ത് ബംഗാളിന് അത്രയും വലിയ ഗുണം ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസം സാധാരണക്കാർക്കിടയിലുണ്ട്. കാരണം BJP ബംഗാളിൽ ഇത്രയും വലിയൊരു ശക്തിയായിട്ട് വളർന്നതിന്റെ തുടക്കം നോർത്ത് ബംഗാളിലെ ആ ഒരു മുന്നേറ്റമാണ്. പാലിപ്പർദ്വാർ, ജയ്പാൽഗുഡി, കൂച്ച് ബിഹാർ, ഇപ്പൊ തന്നെ മോദിയുടെ റാലി ആ മേഖലയിൽ വൻ ജനക്കൂട്ടായിരുന്നു. മൊത്തം മേഖലകളിൽ പോലും വൻ ജനക്കൂട്ടായിരുന്നു. സ്ത്രീകളുടെയൊക്കെ മോഡി ഇപ്പോഴും ജനങ്ങളെ നന്നായിട്ടും ബംഗാളിലെ, കാരണം മമതയുടെ വനിതാ വോട്ടിന് ചെക്ക് വെക്കാൻ പറ്റുന്ന ഒരാൾ മോദിയാണെന്നാണ് പറയുന്നത്. അതേപോലെ എനിക്ക് തോന്നുന്നു സിലിഗുരി, ജയ്പാൽഗുഡിയിലൊക്കെ BJP ശക്തിയാണ്. മുമ്പ് പിന്നെ ജസ്വന്ത് സിംഗ് അവിടുന്ന് ജയിച്ചിട്ടുണ്ട്. അത് ഡാർജിലിംഗ് അവരുടെ GNLF-ന്റെ സപ്പോർട്ടിലാണ്. പക്ഷെ ബംഗാളിലെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പെട്ടെന്നാണ് മാറ്റം വരുന്നത് അല്ലെ. ബംഗാളില് എനിക്ക് തോന്നുന്നു തുടക്കത്തിൽ, അതായത് കോൺഗ്രസിന്റെ ഒരു ഭരണകാലം, BC റോയ് അങ്ങനത്തെ ഒരു
സിദ്ധാർത്ഥ ശങ്കർ 72 മുതൽ 77 അദ്ദേഹമായിരുന്നു മുഖ്യമന്ത്രി. 77 ജ്യോതി ബസു വരുന്നത്. ജ്യോതി ബസു 77 മുതൽ 2000 വരെ ജ്യോതി ബസു ആയിരുന്നു. പിന്നെ നമ്മുടെ ബുദ്ധദേവ് ഭട്ടാചാര്യ 2011 വരെ. ആ ഗ്യാപ്പ് അതെല്ലാം പോയി. അവരിപ്പോ ഒന്നും അല്ലാതായില്ല. ഒരു ഒലിച്ചു പോയിട്ട് അവർക്കൊരു മന്ത്രിസഭയിൽ നിയമസഭയിൽ പ്രാതിനിധ്യം പോലും ഇല്ലാത്ത അവസ്ഥ വന്നു. നക്സൽബാരി എന്ന് പറയുന്ന ആ സ്ഥലം ഇന്ന് BJPയുടെ കോട്ടയാണ്. കാവിക്കോട്ട എന്ന് അറിയപ്പെടുന്നത്. അവിടുത്തെ MP MLA എല്ലാ ജനപ്രതിനിധികളും എല്ലാം BJPക്കാരാണ്. ടാക്സ് മാത്രമേ അവിടെ ഉള്ളൂ. വസന്തത്തിന്റെ ഇടിമുഴക്കം പ്രതീക്ഷിച്ച സ്ഥലത്താണ് കാവിയുടെ അല്ലെ. ഭാവിയിൽ കണ്ണൂരൊക്കെ ഇതുപോലെ ആവാൻ സാധ്യതയുണ്ട്. ഇന്നിപ്പോ CPM ശരിക്കും എടുക്കാനും തൊടാനുമില്ലാതെ CPMന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ച് അവരുടെ വർഗ ബഹുജന സംഘടനകളൊക്കെ പേരിന് എന്തെങ്കിലുമൊക്കെ കുറച്ച് റാലി ആളൊക്കെ നടത്തുന്നു. പുറത്തു നോക്കുന്ന സമയത്ത് റാലിയിലൊക്കെ ആളുകളുണ്ട്. ഓൾഡർ കമ്മ്യൂണിറ്റി, അതായത് ഒരു 60 വയസ്സിന് മുകളിലുള്ള ആളുകൾ ഇപ്പോഴും CPM എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഊറ്റം കൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷേ ചെറുപ്പക്കാർ പൂർണ്ണമായും BJPയിൽ എത്തിയെന്നുള്ളതാണ്. ഇപ്പൊ ഒരു 10 പേരെ ബംഗാളിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ അതിലൊരു 7-8 പേര് CPM അല്ലെങ്കിൽ ലെഫ്റ്റ് ഏതെങ്കിലും പാർട്ടിയിലെ ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകളാണ് BJPയിൽ വന്ന ആളുകൾ. അതാണ് അവസ്ഥ. അപ്പൊ അതുകൊണ്ട് തന്നെ അതേടക്ക് ഒരു മനോരമയിലെ കറക്റ്റായിട്ട് അത് പറഞ്ഞു. അല്ല, അത് നാഷണൽ ചാനൽസ് എല്ലാം അത് കൊടുക്കുന്ന സംഭവം തന്നെയാണ്. ലെഫ്റ്റ് എങ്ങനെ സാഫ്രോൺ ആയി എന്നുള്ളത് വളരെ ഇൻഡെപ്ത് ആയിട്ട് തന്നെ പല ആളുകളും അത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു 1977 മുതൽ 2011 വരെ ഒരു സംസ്ഥാനം അടക്കി വാണ ഒരു പാർട്ടി നല്ല ലീഡേഴ്സ് ഇല്ല എന്നാണ് പറയുന്നത്. അതിനുശേഷം ജ്യോതി ബസു, ബുദ്ധദേവ് ഭട്ടാചാര്യ, വിമൻ ബോസ്, അതിനുശേഷം നല്ലൊരു ലീഡർ, ഒരു പാൻ ബംഗാളി ഇമേജുള്ള ഒരു ലീഡർ ഇല്ലാത്ത ആ ശൂന്യത വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. അതും ഒരു തകർച്ചയ്ക്ക് ഒരു കാരണമായി. കാരണം തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിലേക്ക് പോയി എന്നുള്ള. അപ്പൊ മുഹമ്മദ് സലീമിൽ നിന്നും യാതൊരു തരത്തിലുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ലീഡറല്ല. അങ്ങനെ ഒരു ലീഡറെ ഇല്ലേ ഇപ്പം ബംഗാളിൽ എന്നുള്ളതാണ്. ലീഡർ മമത മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെയാണ് ഇപ്പം സുവേന്ദു അധികാരി ഈ ഒരു തെരഞ്ഞെടുപ്പ്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സുവേന്ദു അല്ല ഇപ്പം. ഒന്നാമത് സുവേന്ദുവിന്റെ പോപ്പുലാരിറ്റി വളരെ വലുതായിട്ട് ഉയർന്നിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, നല്ലൊരു സ്ട്രീറ്റ് ഫൈറ്റർ ആണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുക. തൃണമൂൽ കോൺഗ്രസിന്റെ എല്ലാ ഗുണ്ടായുസത്തിനെ അതേ രീതിയിൽ, അങ്ങനെയല്ല, അദ്ദേഹത്തിന് നല്ല രീതിയിൽ അതിനെതിരെ പ്രതികരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിരുന്നു. സുവേന്ദുവിന്റെ ഏറ്റവും വലിയൊരു നേട്ടം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ മമതയ്ക്കെതിരെ മത്സരിച്ചു. എവിടെയായിരുന്നു? നന്ദിഗ്രാമിൽ. ഏതാണ്ട് 1500 വോട്ടിന്റെ ലീഡ് ഉണ്ട്. എന്നാൽ പോലും 1500 വോട്ടിന്റെ ലീഡ് ഉണ്ടെങ്കിൽ പോലും മമതയുടെ തട്ടകായിരുന്നല്ലോ അല്ലെ. അവിടെ പോയി മത്സരിച്ചു, ജയിച്ചു. ഇപ്പോ അദ്ദേഹം എന്താ ചെയ്യുന്നത്? ഭവാനിപ്പൂരിൽ മമതയുടെ ഈ പറയുന്ന നിങ്ങളുടെ ആളുകളുടെ പറയുന്നത്. കാരണം വെച്ചാൽ 50,000-അടുത്ത് വോട്ട് അവിടെ SIRന്റെ ഒരു ഇമ്പാക്ട് കാരണം പോയിട്ടുണ്ട്, ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അവിടുത്തെ ഭൂരിപക്ഷം എനിക്ക് തോന്നുന്നു 57,000 അങ്ങനെ എന്തോ ആണ് കഴിഞ്ഞ തവണ കിട്ടിയിരുന്നത് മമതാ ബാനർജി. ടൈറ്റ് ഫൈറ്റാണ് നടക്കുന്നത്. മാത്രമല്ല ഈ റിസൾട്ട്മെന്റും ഉണ്ട് ആ മേഖലയിൽ. പൊതുവെ ഈ നോട്ട് 24 ആ മേഖലയിൽ ഇവിടെ മമത തോൽക്കുകയാണെങ്കിൽ അതൊരു പ്രതീകമായിരിക്കും അല്ലേ? തീർച്ചയായും. കാരണം സുവേന്ദു എന്ന് പറയുന്ന ഒരു ലീഡറിന്റെ പോപ്പുലാരിറ്റി വളരെ വലുതായിട്ട് ഇപ്പം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ട്രാക്കേഴ്സ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒപ്പീനിയൻ പോൾസിലൊക്കെ സുവേന്ദു മമതയുടെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. കഴിഞ്ഞവണ ഇതല്ലായിരുന്നു പിക്ചർ. BJPക്ക് ലീഡർ ഉണ്ടായിരുന്നല്ലോ, ഒരു ബംഗാളി ലീഡർ ഉണ്ടായിരുന്നു. കോൺഗ്രസ് മാത്രം ഇതായി ആശ്രയിക്കുന്ന അവസ്ഥ. ഈവൻ BJP വിരുദ്ധമായിട്ടുള്ള മീഡിയാസ് പോലും അവർ പലരും ഇങ്ങനെ പറയുന്നുണ്ട്, കൽക്കട്ട പ്രദേശങ്ങളൊന്നും തന്നെ BJPയുടെ വലിയ ഫ്ലെക്സ് ബോർഡുകളൊന്നും കാണുന്നില്ല, മമതയുടെ കാണുന്നുള്ളൂ. പക്ഷേ ഭവാനിപ്പൂരിലെത്തിയാൽ അത് അവിടെ ഒരു BJPയുടെ ഒരു ജയ് ശ്രീരാം കൊടികളും മൊത്തമായിട്ടൊരു അങ്ങനെ ഒരു ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടാണ് അവരുടെ പല ഇംഗ്ലീഷ് മാധ്യമങ്ങളും, അതായത് BJP എതിർക്കുന്ന മാധ്യമങ്ങൾ, അവർ പറയുന്നത് BJPക്ക് കൽക്കട്ടയിലൊന്നും വലിയ സ്വാധീനമില്ല, പക്ഷെ ഭവാനിപ്പൂരിൽ BJP വലിയൊരു ശക്തിയാണ് എന്ന് പറയുന്നത്. അതിൽ BJP പറയുന്ന ഒരു മറുപടി, BJP വീട് വിടാന്തരം കയറി ഇറങ്ങാണ്. പുറത്തെ ഷോയിൽ അങ്ങനെ തങ്ങള് അതൊരു വലിയൊരു പോയിന്റാണ്. കാരണം ഇത്തവണ BJP ടാക്ടിക്സ് മാറ്റി. കഴിഞ്ഞ തവണ വലിയൊരു ഹൈപ്പ് BJP ഉണ്ടാക്കി, അത് വലിയൊരു തിരിച്ചടിയായി മാറി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തവണ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഇലക്ഷനെ ലോക്കലൈസ് ആക്കി കംപ്ലീറ്റ്. ഒന്ന് RSSന്റെ വളരെ സജീവമായ പ്രവർത്തനം ഈ പറയുന്ന നഗര കേന്ദ്രീകൃത പ്രദേശങ്ങളും ഗ്രാമമേഖലകളിലുണ്ട്. രണ്ടാമത്തെ ഒരു ബൂത്ത് തലത്തിൽ വളരെ ശക്തി ആർജിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഡോർ ടു ഡോർ ക്യാമ്പയിനിങ് നടക്കുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ വളരെ ലോക്കലൈസ്ഡ് ആയിട്ട് ഇലക്ഷൻ മാറ്റുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യുവൻസി വൈസ് ആക്കി മാറ്റി. അതായത് ഹരിയാനയിലൊക്കെ പ്രയോഗിച്ച അതേ തന്ത്രം ബംഗാളി ലീഡേഴ്സിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പുറത്തു നിന്നുള്ള ലീഡേഴ്സിനൊന്നും ഇത്തവണ അധികം ഒന്നും ആശ്രയിച്ചില്ല. മോദിയും അമിത്ഷായും മാത്രമേ പ്രധാനമായിട്ടുള്ളൂ. യോഗി ഏറ്റവും അവസാനമാണ് ചില മേഖലകൾ. അതും എനിക്ക് തോന്നുന്നു ടീ ഗാർഡൻ, നോർത്ത് ഇന്ത്യൻ പോപ്പുലേഷൻ ഉള്ള സ്ഥലങ്ങളിലാണ്. അപ്പം അത് ഈ രീതിയിൽ കഴിഞ്ഞ തവണത്തെ പാളിച്ചകളൊക്കെ മറികടക്കുന്ന രീതിയിൽ, അതായത് മമത ഈ ബംഗാളി വികാരം ആളിക്കത്തിക്കാൻ വീണ്ടും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് വർക്കൗട്ട് ആവാത്ത രീതിയിലുള്ള ഒരു പ്രചരണം BJPയുടെ ഭാഗത്തുനിന്നുണ്ട്. മമതയുടെ സ്ട്രാറ്റജി ശരിക്കും ഒന്ന് ബംഗാളി വികാരം ഇളക്കി വിടുക, രണ്ടാമത്തത് എനിക്ക് അവരുടെ വെൽഫെയർ സ്കീംസ് അവരത് നന്നായി എന്നാണ് പൊതുവെ മമതയെ പറയാ. അതാണ് മമതയുടെ സ്ട്രെങ്ത്. ഒന്ന് മമതാ ബാനർജി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്,
രണ്ടാമത്തെ മുസ്ലിം വോട്ട്, ആ. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഹിള ആ. ഇപ്പൊ നേരത്തെ ഈ സൂചിപ്പിച്ച scheme. അത് ലക്ഷ്മി ഭണ്ഡാർ യോജന എന്ന് പറഞ്ഞൊരു സ്കീം വളരെ സക്സസ്ഫുൾ ആയിരുന്നു. 2021 മമത അത് ഇംപ്ലിമെന്റ് ചെയ്തു. അത് 1750 രൂപയാണ് ഇപ്പൊ നിലവിൽ. BJP 3000 രൂപ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് അമിത്ഷാ അവിടെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. എന്താ വെച്ചാൽ ഡൽഹിയിൽ BJP ഈ ഒരു എമൗണ്ട് പ്രഖ്യാപിച്ച എമൗണ്ട് BJPക്ക് കൊടുക്കാൻ പറ്റിയില്ല ഇതുവരെ. പല കാരണങ്ങളുണ്ട്. കെജ്രിവാളിന്റെ കുറെ കാരണം കൊണ്ടാണ്, പല ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ അത് ഇവിടെ വലിയൊരു ഇഷ്യൂ ആക്കി മമതാ ബാനർജിയും അഭിഷേക് ബാനർജിയും കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് BJP വാഗ്ദാനം പറയും, പക്ഷെ അത് നടപ്പാക്കില്ല. പക്ഷെ അങ്ങനെയൊന്നല്ല, മധ്യപ്രദേശിലൊക്കെ BJP അത് സക്സസ്ഫുൾ ആയി നടപ്പാക്കിയതാണ്. അതേപോലെ തൊഴിലില്ലായ്മ വേതനം 3000 രൂപ കൊടുക്കും. വെൽഫെയർ സ്കീംസ് ഒരുപാട്. എല്ലാ അമ്മമാർക്കും 3000 രൂപ, തൊഴിലില്ലായ്മ വേതനം 3000 രൂപ, കർഷകർക്ക് വർഷം 50,000 രൂപ. ഇതൊക്കെയാണ് BJPയുടെ നല്ല പ്രകടന തരത്തിലുള്ള വാഗ്ദാനങ്ങൾ. പിന്നെ എനിക്ക് തോന്നുന്നു മമതയുടെ സംഘടനാ ശക്തി നല്ലതാണ്. കാരണം ബൂത്ത് തലത്തിൽ ഗുണ്ടകളാണെങ്കിലും അവർക്ക് താഴേക്കിടയിൽ നല്ല ശക്തിയുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്ക് സംഘടനാ ശക്തി എല്ലാ സ്ഥലത്തും പറയാൻ കഴിയില്ല. അതായത് ഇവര് ഇന്റിമിഡേറ്റ് ചെയ്യുന്ന രീതിയിൽ, അതായത് ഇവര് ഈ തൃണമൂലിന്റെ പ്രവർത്തകര് BJP പൊട്ടൻഷ്യൽ വോട്ടേഴ്സിനെ ആ രീതിയിൽ ഭയപ്പെടുത്തുന്നത് പല രീതിയിലാണ്. ചില ആളുകളോട് പറയുന്നത് ഞങ്ങൾക്കറിയാം നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് ഞങ്ങൾക്കത് മനസ്സിലാവും. അത്ര ഇവിടെയൊക്കെ നിയമമണ്ഡലത്തിലൊക്കെ തന്നെ CPM പ്രയോഗിച്ചത് അങ്ങനെയാണല്ലോ. അതായത് CPM അല്ല വരുന്നതെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ആനുകൂല്യങ്ങളൊന്നും കിട്ടില്ല, പെൻഷൻ കിട്ടില്ല എന്നൊക്കെയാണ്. അപ്പൊ അവർ കുറെ ആളുകൾ ഇപ്പോഴും നമ്മുടെ സബോബ്സിലൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ തന്നെ വലിയ ധാരണയില്ല ഇതിനെ കുറിച്ച്, പ്രായമുള്ള ആളുകളൊക്കെ തന്നെ. ഈ കേന്ദ്രസേനയുടെ ഒരു ഇമ്പാക്ട് അത് ഇത്തവണ ബംഗാളിൽ ഒരു മാറ്റം. അത് 2 ഘട്ടമായിട്ടാണ് നടക്കുന്നത്. കഴിഞ്ഞ തവണത്തെ പോലെ 8 ഘട്ടമല്ല, 7 ഘട്ടമായിരുന്നു കഴിഞ്ഞ തവണ. അതുകൊണ്ട് മമതയ്ക്കാണ് ഗുണം ഉണ്ടായത്. ഞാൻ കരുതിയത് പട്ടാളത്തെ വിന്യസിക്കാനോ അല്ലെങ്കിൽ പോലീസിനെ വിന്യസിക്കാനായിരിക്കും 7 ഘട്ടം. പക്ഷെ മമതയ്ക്ക് ഗുണ്ടകളെ 7 സ്ഥലത്ത് 2 ഘട്ടം മാത്രമായതുകൊണ്ട് ഗുണ്ടകൾക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. മറ്റേത് ഗുണ്ടകളെ ഓരോ സ്ഥലത്തേക്കും ഗുണ്ടകളെ ഇറക്കാൻ പറ്റുമായിരുന്നു. കേന്ദ്രസേനയുടെ നിയന്ത്രണത്തിലാണ് പൂർണ്ണമായി. അപ്പൊ അത് മമത ഓരോ തവണയും പറയുന്നുണ്ട്. ഇവിടെ ടാങ്കർ ഉപയോഗിക്കുന്നു, മിസൈലുകൾ കൊണ്ടുവരാൻ പോകുന്നു, ഇവിടെ ബോംബ് പൊട്ടിക്കാൻ പോകുന്നു. ബംഗാളിനെ വിഭജിക്കുന്നവരെ ബംഗാളിനെ വിഭജിക്കുന്നു പറഞ്ഞു. പിന്നെ മത്സ്യത്തിന്റെ വിഷയം, BJP അധികാരത്തിൽ വരാണ് പിന്നെ ബംഗാളികൾക്ക് ഇഷ്ടമായ മത്സ്യം കഴിക്കാൻ പറ്റില്ല. അങ്ങനെ വലിയ രീതിയിലുള്ള ഈ കുപ്രചരണങ്ങളും ബംഗാളി സ്വത്വം അല്ലെങ്കിൽ ആ ഒരു വികാരം ഇളക്കി വിടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്താണ് BJPയുടെ പ്ലസ് പോയിന്റ് എന്തൊക്കെയാ ബംഗാളിൽ? BJPയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒന്ന്, ഇത്തവണ BJPക്ക് അനുകൂലമായിട്ട് ഒരു ഹിന്ദു കൺസോൾട്ടേഷൻ ഉണ്ടാവും. കാരണം സ്വാഭാവികമായിട്ട് മമതയുടെ മൈനോറിറ്റി അപ്പീസ്മെന്റ് നല്ലൊരു വികാരം ഭദ്രലോക് വിഭാഗക്കാർക്കിടയിൽ വരെയുണ്ട്. ഓൾറെഡി BJP പിന്തുണയ്ക്കുന്നവർ ഓൾറെഡി അവർ പിന്തുണയ്ക്കും. പുതിയ വിഭാഗക്കാർക്കിടയിലേക്കും അത് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, അവിടുത്തെ അടിസ്ഥാന വിഷയങ്ങൾ, വികസനം മുരടി. ഇപ്പൊ ബംഗാൾ ഒരു കാലത്ത് എന്തായിരുന്നു, ഇപ്പൊ എന്താണ് ബംഗാളിന്റെ അവസ്ഥ? അത് ഈ പറയുന്ന കൊൽക്കത്തയിലൊക്കെ അത് വർക്കൗട്ട് ആക്കും. കാരണം ഒരു കാലത്ത് നല്ലൊരു എക്കണോമി ആയിരുന്നു ബംഗാൾ, ഇന്ത്യയുടെ തന്നെ ഒരു പ്രധാനപ്പെട്ട സാമ്പത്തിക മേഖലയായിരുന്നു, ഇനി ഇൻഡസ്ട്രിയലൈസ്ഡ് ഒരു സ്റ്റേറ്റ് ആയിരുന്നു. ആളുകൾ ചവിട്ടുന്ന രക്ഷകളൊക്കെ. അതെ. അപ്പൊ ആ ഒരു വികസനം മുരടി. ഇപ്പൊ CPM അധികാരത്തിൽ നിന്ന് പോയപ്പോൾ മമത വലിയ വാഗ്ദാനങ്ങളായിട്ട് വന്നിട്ട് ഇപ്പോഴും മമതയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കുറെ ജനങ്ങൾ കേരളത്തിലേക്ക് ആളുകൾ വരുന്നുണ്ടല്ലോ. ഇപ്പൊ ഇലക്ഷൻ അവരൊക്കെ വോട്ട് ചെയ്യാൻ പോയിരിക്കുന്നു. ഇപ്പൊ ഇന്നലെ ഞാൻ പിന്നെ ഒരു സ്ഥലത്ത് പോയ സമയത്ത് പിന്നെ സ്നാക്സ് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കി, സ്നാക്സ് ഒന്നുമില്ല. അപ്പൊ ഒരു പൊറോട്ട തന്നാൽ മതി. പൊറോട്ട അടിക്കുന്ന ആളുകളൊക്കെ പോയല്ലോ ഇലക്ഷൻ, സത്യം വോട്ട് ചെയ്യാൻ പോയല്ലോ എന്ന് പറഞ്ഞു. ആദ്യം അസമിലായിരുന്നു. അപ്പൊ അസമികളെല്ലാം ആദ്യം പോയി, അവരിപ്പോ തിരിച്ചു വന്നു. ഇപ്പൊ ബംഗാളികൾ പോയെന്നാ പറയുന്നത് കേരളത്തിൽ. കാരണം എല്ലാവർക്കും ഭയമുണ്ട്. കാരണം ഇത്തവണ വോട്ട് ചെയ്യാൻ പോയില്ലെങ്കിൽ വോട്ട് നഷ്ടപ്പെടും. അങ്ങനെ ഒരു ഭയം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ, ന്യൂനപക്ഷം മാത്രമല്ല എല്ലാവരുടെ ഇടയിലും ഉണ്ട്. അത് BJPക്ക് അനുകൂലമായിട്ടുണ്ട്. ഇവിടെ ജയ് ശ്രീരാം വിളിച്ചിട്ടൊക്കെ കുറെ ആൾക്കാർ ട്രെയിനിലൊക്കെ കയറി പോയതിന്റെ വിഷ്വൽസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ബംഗാളിലേക്ക് പോയി വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. നമ്മളറിയുന്ന ഒരു ആളുണ്ട്, അയാള് ബംഗാളിയാണ്, വീട്ടിലെ പണിക്കൊക്കെ വരുന്ന, മീൻസ് വർക്കിന് വരുന്ന, പ്രസ് വർക്കിന്റെ. അപ്പൊ ഞാൻ ചോദിച്ചപ്പം പറഞ്ഞത് ഇത്തവണ BJP വരും. ആളെ എനിക്ക് തോന്നുന്നു നോർത്ത് ബംഗാളിലെ ഒരു ആളാണ്. BJP വരും. അത് എന്നോട് 1 വർഷം മുമ്പാ പറഞ്ഞു. എന്തായാലും BJP വരും. കാരണം ജനങ്ങൾ ഇത്തവണ മാറി ചിന്തിക്കും. അപ്പൊ അങ്ങനെയുള്ള ആളുകളും ഉണ്ട്. അല്ലാതെ എല്ലാവരും ഈ പറയുന്ന ബംഗ്ലാദേശ് ഒറിജിനൽ ആളുകളല്ല എന്നുള്ളതാണ്. പക്ഷെ BJP ഇത്തവണ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഏറ്റവും വലിയൊരു വിഷയമാക്കി മാറ്റിയത് ഇൻഫിൽട്രേഷൻ, നുഴഞ്ഞുകയറ്റത്തെക്കുറിച്ചാണ്. കാരണം അത് വലിയൊരു ഭീഷണിയാണ്. അതിൽ ഏറ്റവും രസാവഹമായ കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഇതേ മമതാ ബാനർജി ഇപ്പം ഇൻഫിൽട്രേഷനെ അല്ലെങ്കിൽ നുഴഞ്ഞുകയറ്റത്തെ അനുകൂലിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇവരെയൊക്കെ വോട്ട് വെട്ടിമാറ്റുകയാണ്, പൗരത്വം വെട്ടിമാറ്റുകയാണ് എന്ന് പറഞ്ഞ ഇതേ മമത മുമ്പ് ഈ നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ പാർലമെന്റിൽ ബഹളം ഉണ്ടാക്കിയതാണ്. മമത വാജ്പേയിയുടെ മന്ത്രിസഭയിൽ അംഗമാണ്. അതിനു മുമ്പും അല്ലാത്ത സമയത്തൊക്കെ അവർ പാർലമെന്റിൽ കയറിയിട്ട് ഇതേ വിഷയം, നുഴഞ്ഞുകയറ്റം ബംഗാളിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണെന്ന് പറഞ്ഞ അതേ മമതയാണ് ഇപ്പം ഈ നുഴഞ്ഞുകയറ്റക്കാരെ കൊണ്ടാണ് ഇപ്പൊ അവരിന്ന് നിലനിൽക്കുന്നത് എന്നുള്ളത്.
അതാണ് 116 മുസ്ലിം ഡൊമിനേറ്റഡ് മണ്ഡലങ്ങളിൽ 106 തൃണമൂലിനൊപ്പം നിൽക്കുന്നു. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഏതാണ്ട് 75% തൃണമൂൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നത്. അതാണ് അവരുടെ സ്ട്രെങ്ത്. ആ ഒരു മിനിമം ഒരു 110-120 മണ്ഡലങ്ങൾ ആ ഒരു ഒറ്റ അക്കൗണ്ടിൽ അവർക്ക് പിടിക്കാൻ പറ്റും എന്നുള്ളതാണ് അവരുടെ കോൺഫിഡൻസ്. പക്ഷെ അതിന് മറുവശം മറ്റൊരു കാര്യം എനിക്ക് തോന്നുന്നത്, ഈ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ വ്യാപകമായ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ ബംഗ്ലാദേശും പശ്ചിമ ബംഗാളും തമ്മിൽ വളരെയധികം ബന്ധമുള്ളതാണ്. അപ്പൊ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന ഒരു അക്രമങ്ങളുടെയൊക്കെ ഒരു സ്വാഭാവികമായിട്ടും ബംഗാളികൾക്കിടയിൽ ഉണ്ടാവുന്നത്. BJP നല്ല രീതിയിൽ ഇത് ക്യാമ്പയിൻ ആക്കിയിട്ടുണ്ട്, ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ട് ആ വിഷയം. കാരണം ഇന്ന് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ നേരിടുന്ന അധികം വൈകാതെ മമത ഇനി ഒരു 5 വർഷം വരികയാണെങ്കിൽ നിങ്ങൾക്കും അനുഭവിക്കേണ്ടി വരും. എന്നേക്കുമായിട്ട് ബംഗാൾ കൈവിട്ട് പോകും, ബംഗ്ലാദേശികളുടെ കൈകളിലാവും എന്നുള്ളൊരു ക്യാമ്പയിൻ വളരെ സ്ട്രോങ് ആയിട്ട് BJP അവിടെ. അതേപോലെ എനിക്ക് തോന്നുന്നു ബംഗാളിൽ ഏറ്റവും അധികം ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം ഉള്ള ഒരു സംസ്ഥാനമാണ് ബംഗാൾ. ഇപ്പം ആർജി കറിൻസ് ആ ഒരു സംഭവം ഉണ്ടായി. സന്ദേശ് ഖാലിയിലൊക്കെ ഭൂമി കയ്യേറുകയും അതോടൊപ്പം തന്നെ ആളുകളെ മാനഭംഗത്തിന് ഇരയാക്കുകയൊക്കെ ചെയ്തു. അതെല്ലാം മമതയുടെ സ്വന്തം ആളുകളായിരുന്നു സംരക്ഷിക്കുകയൊക്കെ ചെയ്തിരുന്നത്. അതേപോലെ തന്നെ ഇപ്പൊ തന്നെ മാൽഡ, മുർഷിദാബാദിലൊക്കെ തന്നെ കലാപങ്ങൾ നടക്കുകയാണ് ചെയ്തത്. പല കാര്യങ്ങളുടെ പേരിലാണ് നടന്നത്. വഖഫ് ബില്ലിന്റെ പേരിലൊക്കെ തന്നെ കലാപങ്ങൾ നടന്നു. അങ്ങനെ ഒരു സാധാരണക്കാരന്റെ ജീവന് യാതൊരു സുരക്ഷിതത്വം ഇല്ലാതെ ഗുണ്ടകൾ അഴിഞ്ഞാടുന്ന, നിയമസമാധാനം തീരെ തകർന്ന ഒരു ബംഗാളാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. അപ്പം ഒരു മമതയുടെ ഒരു മൈനോറിറ്റി അപ്പീസ്മെന്റ് കൊണ്ട് മാത്രം എല്ലാ ആളുകളും വോട്ട് ചെയ്യണമെന്നില്ലല്ലോ. അപ്പം ആളുകൾക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കണ്ടേ? അതുണ്ട്. BJPക്ക് ചില പോക്കറ്റുകളിലൊക്കെ മുസ്ലിം സപ്പോർട്ട് കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. ആദ്യം നന്നായിട്ട് കിട്ടിയിരുന്നു. കാരണം ഈ CPM പോയ ആ ഒരു സാഹചര്യത്തില് BJPക്കൊപ്പം ഒരുപാട് മുസ്ലിങ്ങൾ അണിനിരുന്നിരുന്നു. പിന്നെ സ്വാഭാവികമായിട്ട് മമതാ ബാനർജി അവരെ ഭയപ്പെടുത്തി ആ രീതിയിലൊക്കെ പല ടാക്ടിക്സ് ഫൈറ്റ് ചെയ്യുന്നത്. ഈ ഭയപ്പെടുത്തലാണ് അവരുടെ ഏറ്റവും വലിയ കാരണം. എന്താന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ BJP തോറ്റ ഉടനെ തന്നെ മെയ്, ജൂൺ, ജൂലൈ മൊത്തം അഴിഞ്ഞാട്ടമായിരുന്നു ഗുണ്ടകളുടെ. ഏതാണ്ട് 40ഓളം സംഭവങ്ങളാണ്, റേപ്പ്, അതേപോലെ തന്നെ കൊള്ള, ഇതൊക്കെ നടന്ന 40ലധികം സംഭവങ്ങൾ, വലിയ വലിയ സംഭവങ്ങളാണ് നടന്നത്. അതിൽ തന്നെ ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ സയന്റിസ്റ്റ്, അദ്ദേഹം പ്രൊഫസറാണ്, സയന്റിസ്റ്റ് ആയിരുന്നു, അദ്ദേഹം BJP സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹത്തിന്റെ വീടൊക്കെ ഇലക്ഷൻ ശേഷം ആക്രമിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ വളഞ്ഞു വെക്കുന്നു, ബോംബെറിയുന്നു. അങ്ങനെ ഏതാണ്ട് ഒരു 40ഓളം എത്രയോ ആളുകളെയാണ് കൊലപ്പെടുത്തിയത്. BJP-കാരനെ കെട്ടിത്തൂക്കി ബോഡി അല്ലെങ്കിൽ അടിച്ചു കൊല്ലുന്നു. അങ്ങനെയൊക്കെയുള്ള നിരവധി സംഭവങ്ങൾ. മമതാ ബാനർജിക്ക് വേണ്ടിയാണ് ഇവിടെ കുറെ ആൾക്കാർ കൈയടിക്കുന്നത്, CPM-മാർ ഉൾപ്പെടെ. CPM-മാരെ ഏറ്റവും കൂടുതൽ ഇല്ലാതാക്കിയത് മമതാ ബാനർജിയാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവരുടെ. പക്ഷെ എനിക്ക് തോന്നുന്നത് മമതയെ ഇല്ലാതാക്കാൻ വേണ്ടി, കാരണം കേരളത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ബൈപോളാർ പൊളിറ്റിക്സ് ഉണ്ട്. ആ ബൈപോളാർ പൊളിറ്റിക്സിന്റെ ഒരു ദുരനുഭവം ഇത്തവണ വേട്ടയാടുന്നത് കോൺഗ്രസിനെയും CPM-നെയും. കാരണം എങ്ങനെയെങ്കിലും മമതയെ പുറത്താക്കണം എന്നുള്ളൊരു താല്പര്യം. കാരണം BJPയും മമതയും തമ്മിലാണ് മത്സരം. അപ്പൊ പിന്നെ BJPക്ക് വോട്ട് കൊടുക്കണോ മമതയ്ക്ക് വോട്ട് കൊടുക്കണോ എന്നുള്ള രീതിയിലേക്ക് ആളുകൾ എത്തുന്ന സമയത്ത് ഈ 15 വർഷമായിട്ട് മമതയുടെ ദുർഭരണം അനുഭവിക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും അവർ BJPക്കായിരിക്കും വോട്ട് ചെയ്യും. അല്ലേ? അതൊരു ഇമ്പാക്ട് തന്നെയായിരിക്കും. പിന്നെ കോൺഗ്രസ് ചില സ്ഥലത്തൊക്കെ ഉണർന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു മുസ്ലിം ബെൽറ്റ് ഉണ്ടല്ലോ എല്ലാവരും. കോൺഗ്രസ് ആണെങ്കിലും ഇവർക്ക് ആകെ പ്രതീക്ഷ ഈ പറയുന്ന മാൽഡ, നാദിയ, മുർഷിദാബാദ്, ഉത്തർ ദിനാജ്പൂർ ഇത്തരം മുസ്ലിം ഡൊമിനേറ്റഡ് റീജൻസ് മാത്രമാണ്. അപ്പൊ അവിടെ എന്തെങ്കിലുമൊക്കെ കൂട്ടപ്പൊരിച്ചിലിനിടയിൽ 1-2 സീറ്റ് കിട്ടിയാൽ ഭാഗ്യം. അതാണ് കോൺഗ്രസിന്റെയും CPM-ന്റെയും അവസ്ഥ. CPM ഇത്തവണ 2 സീറ്റ് ചിലപ്പോൾ ജയിച്ചേക്കാം. ഈ മുർഷിദാബാദിൽ ഭയങ്കര 4 കോർണർ കോൺടെസ്റ്റ് ഒക്കെ നടക്കുമ്പോൾ ചിലപ്പം ആ ഒരു കൂട്ടപ്പൊരിച്ചിലിനിടയിൽ ജയിച്ചാലായി. ഇതാണ് അവിടുത്തെ അവസ്ഥ. ഇനി ഇവര് തന്നെ മുസ്ലിം നേതാക്കന്മാരെ കൊണ്ടുവന്നാല് അവരപ്പുറം ചടുക്കും. ഉദാഹരണത്തിന് SFIയുടെ അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവ്, മുസ്ലിം യുവാവാണ്. അദ്ദേഹം ഇടക്കാലത്ത് വലിയ നേതാവായിരുന്നു. അവരെ തൃണമൂലിലെ ആളുകൾ തല്ലി അയാളെ റെഡിയാക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷെ അയാൾ ഒരു ലെവലെത്തിയ സമയത്ത് അയാൾ നേരെ തൃണമൂലിലേക്ക് പോയി. കാരണം അവർ എന്തെങ്കിലും സീറ്റ് കൊടുക്കും, അയാൾക്ക് ഒരു പൊളിറ്റിക്കൽ എക്സിസ്റ്റൻസ്, പ്രത്യേകിച്ച് മുസ്ലിം ആകുന്ന സമയത്ത് അവിടെ കിട്ടും. അതാണ് അപ്പീസ്മെന്റ് പൊളിറ്റിക്സിന്റെ ഒരു ഭാഗം കൂടിയാണല്ലോ. അത് ഒരു പോയിന്റാണ്. അപ്പൊ ബംഗാളിൽ ഇത്തവണ എന്തായാലും ഒരു കാര്യം, ഇപ്പൊ വിൻഡ് ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ആ കാറ്റ് അങ്ങനെയാണ് നിൽക്കുന്നത്. അത് ഈ പറയുന്ന രീതിയിൽ നല്ല രീതിയിൽ BJPക്ക് ഒരു പാളിച്ചും ഇല്ലാതെ അത് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ, ഹിന്ദു കൺസോൾട്ടേഷൻ കുറച്ചുകൂടെ കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ അട്ടിമറി പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ് പ്രതീക്ഷ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഉണ്ടായ നേട്ടം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഉണ്ടായ 18 സീറ്റാണ്.
അത് പക്ഷേ 2024 കുറയാണ് ചെയ്തത്. അതേപോലെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 77 സീറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ BJPക്ക് വലിയൊരു ജമ്പ് ഇനിയും ആവശ്യമാണെന്നാണ് അത് കണക്കുകൾ. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ BJPക്ക് 18 നിന്ന് 12 സീറ്റായിട്ട് കുറഞ്ഞു. പക്ഷെ അങ്ങനെയാണെങ്കിലും BJPയുടെ വോട്ട് ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. BJPയുടെ വോട്ട് 38 നിന്ന് 39 ആയി. അത് മാത്രമല്ല BJP 92 അസംബ്ലി സെഗ്മെന്റിൽ ലീഡ് ചെയ്തു കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ. അതായത് നിയമസഭാ ഇലക്ഷൻ 2021 77 ആയിരുന്നു. അത് ലോക്സഭ വന്നപ്പോൾ 3 വർഷങ്ങൾക്ക് ശേഷം 2024 92 ആയിട്ടുണ്ട്. അപ്പം ഒരു മാർജിനൽ ഇൻക്രീസ് BJPക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ. അത് മാത്രമല്ല ഹിന്ദു കൺസോൾട്ടേഷൻ കുറച്ചും കൂടെ BJPക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. 52% ഹിന്ദുക്കൾ പിന്തുണച്ച് 56 ആയി. അങ്ങനെയുള്ള മാറ്റമുണ്ട്. പക്ഷെ എന്നാൽ പോലും BJPക്ക് ഒരു 60 സീറ്റെങ്കിലും ഇത്തവണ പിടിക്കണം, അഡീഷണൽ ആയി അധികം പിടിക്കണം. അപ്പൊ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് നോക്കുകയാണെങ്കിൽ 92 ആണ്. അപ്പൊ 148 എന്ന് പറയുമ്പോൾ അറിയാലോ, ഏറ്റവും ചുരുങ്ങിയത് ഒരു 60 സീറ്റെങ്കിലും പിടിച്ചാലുള്ളൂ BJPക്ക് അധികാരത്തിൽ വരാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ അതൊക്കെ സാധ്യമാവും. ബംഗാളിന്റെ ചരിത്രം വെച്ചിട്ട് കുറെ കാലം അവിടുത്തെ ജനങ്ങൾ ഒരു ഭരണകൂടത്തെ സഹിക്കും. അവർക്ക് പെട്ടെന്ന് ആന്റി ഇൻകംബൻസി വരില്ല. പക്ഷെ വന്നു കഴിഞ്ഞാൽ അവരൊരു മാറ്റത്തിന് ശ്രമിക്കുകയാണെങ്കിൽ. അതെ, അതുകൊണ്ടാണ് ഇപ്പം ജ്യോതി ബസു 1977 മുതൽ 2000 വരെ എത്ര വർഷം, 23 വർഷമാണ് ജ്യോതി ബസു. പിന്നെ കുറച്ചു കാലം ബുദ്ധദേവ് ഭട്ടാചാര്യ വന്നു. ഇനിയിപ്പോ മമത 15 വർഷം. ഒരു തവണ കൂടി മമതയ്ക്ക് കിട്ടുമോ എന്നുള്ളതാണ്. അത് മാത്രം അതാണെങ്കിലും അതൊരു റെഡ്യൂസ്ഡ് മെജോറിറ്റി ആയി. കാര്യത്തിൽ ഒരു സംശയം വേണ്ട. മമതയ്ക്ക് ഇത്തവണ 200 ക്രോസ് ചെയ്യാൻ കഴിയില്ല, അല്ലാതെ 100% ഉറപ്പാണ്. അത് ജയിക്കുകയാണെങ്കിൽ തന്നെ ഒരു 160-165 സീറ്റ് മാക്സിമം കിട്ടാൻ സാധിക്കും. മമതയുടെ തോൽവിയും ജയവും രണ്ടും ദേശീയ രാഷ്ട്രീയത്തെ ബാധിക്കും. മമത തോൽക്കുകയാണെങ്കിൽ മമത പിന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെയായിരിക്കും നിൽക്കുന്നത്. മമത ജയിക്കുകയാണെങ്കിലും മമത മുഖ്യമന്ത്രി പദമൊക്കെ കുറച്ച് കഴിഞ്ഞ് മരുമകൻ അഭിഷേക് ബാനർജി, കാരണം അയാളാണ് മൊത്തം ഈ ടെക്കി ബേസ്ഡ് ഇലക്ഷൻ ക്യാമ്പയിൻ ഒക്കെ നടത്തുന്നത്. അപ്പൊ അദ്ദേഹത്തെ ഏൽപ്പിച്ച് മമത ദേശീയ രാഷ്ട്രീയത്തിൽ പോയാൽ, ഇപ്പൊ തന്നെ ബീഹാറിലെ മുഖ്യമന്ത്രി ആയിരുന്ന ലാലു പ്രസാദ് യാദവിന്റെ മകൾ തേജ് പ്രസാദ് യാദവ് പറഞ്ഞിട്ടുണ്ട്, രാഹുലിനെ കൊണ്ടൊന്നും കൊള്ളില്ല, പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മമത എന്ന് പറയുന്ന സ്ട്രീറ്റ് ഫൈറ്റർ അല്ലെ, പയറ്റി തെളിഞ്ഞ ഒരാള് മുഖ്യമന്ത്രി ആയ ശേഷം ദേശീയ രാഷ്ട്രീയത്തിൽ വരികയാണെങ്കിൽ അത് വലിയൊരു. മുതൽ 2 തവണ നരേന്ദ്രമോദിയെയും BJPയെയും തടഞ്ഞു എന്നുള്ള ഇമേജ്, അത് മമതയ്ക്ക് ഉണ്ടാകുന്ന ഒരു മൈലേജ് വളരെ വലുതായിരുന്നു. BJPയെ തടഞ്ഞു നിർത്തിയ റീജിയണൽ സത്രം ദേശീയ തലത്തിൽ മോദിയോട് ഏറ്റുമുട്ടാൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഏറ്റുമുട്ടാൻ ഏറ്റവും നല്ലത് മമതയാണെന്നുള്ള ഒരു നെഗറ്റീവ് വരും. തോൽക്കുകയാണെങ്കിൽ പക്ഷെ മമതയ്ക്ക് പിന്നെ മമതയെ ബംഗാളിലെ ഒരു ചരിത്രം വെച്ചിട്ട് തൃണമൂലിൽ ആരും ഉണ്ടാവില്ല. അപ്പൊ രാഹുൽ ഗാന്ധിയൊക്കെ മമത തോറ്റോട്ടെ എന്നൊക്കെ ഒരുപക്ഷെ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും അതിനുള്ള സാധ്യതയല്ല. ഏതായാലും ബംഗാൾ വളരെ കടുത്ത പോരാട്ടമാണ് നടക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ബംഗാൾ പിടിക്കും എന്നുള്ളത് തന്നെയാണ്. അതിന് അനുകൂലമായ എല്ലാ സാഹചര്യമുണ്ട്. പക്ഷെ ആ വിജയത്തിന്റെ ആ അവസാനത്തെ ആ കേവല ഭൂരിപക്ഷം അത് BJP എത്തുവോ ഇല്ലയോ എന്നുള്ളതാണ് ഉദ്യോഗത്തോടു കൂടി എല്ലാവരും നോക്കി നിൽക്കുന്നത്. മെയ് 4 നമുക്കതിന്റെ ഫലമറിയാം.